സെൻട്രൽ അമേരിക്കയിലെ ഹോണ്ടുറാസ് ധാരാളം വനപ്രദേശവും വെള്ളച്ചാട്ടങ്ങളും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമുള്ള ഒരു ചെറിയ രാജ്യമാണ്. 6000-ലധികം സ്പീഷീസ് വാസ്കുലർ പ്ലാന്റ്സും 630-ലധികം ഓർക്കിഡ് ഇനങ്ങളും 700 പക്ഷി ഇനങ്ങളും 110 മാമാലിയൻ സ്പീഷീസും ഇവിടെയുണ്ട്. റിപ്പബ്ലിക് ഓഫ് ഹോണ്ടുറാസ് എന്നറിയപ്പെടുന്ന ഈ രാജ്യം ഗ്വാട്ടിമാല, എൽ സാൽവദോർ, നിക്കാരാഗ്വ തുടങ്ങിയ രാജ്യങ്ങൾക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് സ്പെയിൻകാർ ഭരിച്ചിരുന്നു ഈ രാജ്യം. അതുകൊണ്ട് ഇവിടെ എല്ലാവരും കാത്തലിക്സ് ആണ്. സ്പാനിഷ് ഭാഷയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് ആർക്കും അറിയുകയില്ല. 200 വർഷം മുമ്പാണ് ഹോണ്ടുറാസിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. കഴിഞ്ഞ 200 വർഷത്തിനിടയ്ക്ക് അനേകം രാഷ്ട്രീയ പ്രശ്നങ്ങളും കലാപങ്ങളും അട്ടിമറികളും ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. നിക്കാരാഗ്വയുടെ ഒരു ഭാഗം ആവശ്യപ്പെട്ടുകൊണ്ട് ഹോണ്ടുറാസ് അന്താരാഷ്ട്ര കോടതിയിൽ അന്യായം ഉന്നയിക്കുകയും അത് അനുവദിച്ചുകൊണ്ട് നിക്കാരാഗ്വയുടെ മോസ്കിറ്റോ കോസ്റ്റ് പ്രദേശം ഹോണ്ടുറാസിൽ ചേർത്തുകൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് 63 വർഷം മുമ്പ് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. കൂടുതലും കാർഷിക പ്രധാനമായ ഒരു എക്കോണമിയാണ് ഹോണ്ടുറാസിലുള്ളത്. കൃഷിക്കാർ പൊതുവെ ദരിദ്രരായി ജീവിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് കൂടുതലും നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഹോണ്ടുറാസ് എങ്കിലും 1 കോടി ജനങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ധാരാളം ധാതു ലവണങ്ങളും കോഫിയും പഴവർഗ്ഗങ്ങളും കരിമ്പും കയറ്റുമതി ചെയ്യുന്നു. വളരെ സക്സസ്ഫുള്ളായ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ഈ രാജ്യത്തിലുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. 150 വർഷം മുമ്പ് വിദേശ നിക്ഷേപം സ്വാഗതം ചെയ്തുകൊണ്ട് അനേകം നിയമങ്ങളിൽ അയവ് കൊടുത്ത ഒരു രാജ്യമാണ് ഹോണ്ടുറാസ്. അതോടുകൂടി വൻകിട അമേരിക്കൻ കമ്പനികൾ ഈ രാജ്യത്തിലേക്ക് ഇരച്ചു കയറുകയും വ്യാപകമായ ചൂഷണം നടത്തുകയും ചെയ്തു. യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി പോലെയുള്ള കമ്പനികൾ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും പ്രതിഷേധിക്കുന്ന തൊഴിലാളികളെ വെടിവെച്ച് വീഴ്ത്താൻ അമേരിക്കൻ സേനയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് ഒരു പ്രദേശം തന്നെ കമ്പനിയുടെ ഭരണത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിക്ക് സാധിച്ചു. വ്യാപകമായ പ്രതിഷേധം ഉയർന്നപ്പോൾ അമേരിക്കൻ സേന ഹോണ്ടുറാസിലെത്തുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. 7 പ്രാവശ്യം ഇത്തരത്തിൽ അമേരിക്കൻ സേന ഹോണ്ടുറാസിൽ എത്തിയിരുന്നു. 100 വർഷം മുമ്പ് എഴുത്തുകാരനായ ഒ ഹെൻറി ഹോണ്ടുറാസിനെ കുറിച്ച് ബനാന റിപ്പബ്ലിക് എന്ന പദപ്രയോഗം നടത്തി. അതോടുകൂടി സ്വന്തമായി വിഭവങ്ങളില്ലാത്ത വൻകിട രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്ന ചെറിയ രാജ്യങ്ങളെ ബനാന റിപ്പബ്ലിക് എന്ന് വിളിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ഭൂട്ടാൻ, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങൾ ബനാന റിപ്പബ്ലിക്കുകളായി അറിയപ്പെടുന്നു. കാബേജസ് ആൻഡ് കിങ്സ് എന്ന പുസ്തകത്തിലാണ് ഒ ഹെൻറി ഈ പരാമർശം നടത്തിയത്. ഇപ്പോൾ ബനാന റിപ്പബ്ലിക് എന്ന പദപ്രയോഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള കാർഷിക പ്രധാനമായ ഒരു രാജ്യമാണ്. എങ്കിലും കുറെ കൂടി ഗാഢമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ ബനാന റിപ്പബ്ലിക് എന്ന പദപ്രയോഗം കൊച്ചു രാജ്യങ്ങളെ വൻകിട രാഷ്ട്രങ്ങൾ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എടുത്തു കാണിക്കുന്നു. ഇന്ത്യയുടെ അയൽവക്കത്തുള്ള മാലദ്വീപ് ഒരു ബനാന റിപ്പബ്ലിക് ആണെങ്കിലും ഇന്ത്യക്കോ ചൈനക്കോ മാലദ്വീപിനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം മാലദ്വീപിലെ ജനങ്ങൾ പരുക്കൻ പെരുമാറ്റമുള്ളവരും വമ്പിച്ച ദേശീയബോധമുള്ളവരും ഇന്ത്യയും ചൈനയും കൂസാത്തവരുമായതുകൊണ്ടാണ്. എന്നാൽ പല കൊച്ചു രാജ്യങ്ങളും അമേരിക്ക പോലെയുള്ള വൻകിട രാജ്യങ്ങളെയും അവരുടെ കമ്പനികളെയും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. പലപ്പോഴും ആരായിരിക്കണം രാഷ്ട്രപതി എന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയിലുള്ള യുണൈറ്റഡ് ഫുഡ് കമ്പനി പോലെയുള്ള വലിയ കമ്പനികളാണ്. 40 വർഷം മുമ്പ് എൽ സാൽവദോറിൽ കലാപമുണ്ടായപ്പോൾ അമേരിക്ക ഹോണ്ടുറാസിൽ ഒരു വലിയ സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയും കലാപകാരികളെ അടിച്ചമർത്തുവാൻ നിക്കാരാഗ്വ ഗവൺമെന്റിനെ സഹായിക്കുകയും ചെയ്തു. 2 വർഷം മുമ്പ് ഇടതുപക്ഷ നേതാവായ സിയോമാറ കാസ്ട്രോ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടുകൂടി സോഷ്യലിസ്റ്റ് ഭരണത്തിലേക്ക് ഹോണ്ടുറാസ് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷം തുടർച്ചയായി ഹോണ്ടുറാസ് ഭരിച്ചിരുന്നത് വലതുപക്ഷ പാർട്ടികളായിരുന്നു. ഇപ്പോൾ വലിയൊരു മാറ്റമാണ് ഈ രാജ്യത്ത് രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ളത്. ഹോണ്ടുറാസിന്റെ തലസ്ഥാനമായ ടെഗുസിഗൽപ മനോഹരമായ ഒരു നഗരമാണ്. കുന്നുകളും മലകളുമുള്ള ഭൂപ്രദേശം ഈ നഗരത്തിന് പ്രത്യേകമായ ഒരു ചാരുത നൽകുന്നു. 400 വർഷം പഴക്കമുള്ള ഒരു മൈനിങ് സിറ്റിയാണ് ടെഗുളിഗൽപ. പഴയ കൊളോണിയൽ ബിൽഡിംഗ്സ് ധാരാളമായി കാണുവാനും സ്പെയിൻകാരുടെ ഭരണം ഓർമ്മിക്കുവാനും നമുക്ക് സാധിക്കും. പാർക്കുകളും മനോഹരമായ കെട്ടിടങ്ങളും ഈ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഡങ്കൻ മായ റെസ്റ്റോറൻറ്റ് നഗരത്തിലെ പ്രധാന പാർക്കിനോട് ചേർന്നാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അറിയപ്പെടുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് ആണ് ഡങ്കൻ മായ റെസ്റ്റോറൻറ്റ്. എണ്ണമയം കൂടിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ വിൽക്കുന്നത്. രാത്രിയിൽ സംഗീതം പൊഴിക്കുന്ന ബാൻഡുകളും ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ അസാഡോസ് എൽ ഗോഡോ റെസ്റ്റോറൻറ്റ് നഗരത്തിൽ 1-ലധികം ബ്രാഞ്ചുകൾ നടത്തുന്നു. മീറ്റ് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഗ്രിൽഡ് ചിക്കൻ,
ഗ്രിൽഡ് സ്റ്റേക്ക് എന്നിവ ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. ഒരാൾക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്താൽ രണ്ടാൾക്കുള്ള ഭക്ഷണം വിളമ്പുന്നത് ഈ റെസ്റ്റോറന്റിന്റെ ഒരു പ്രത്യേകതയാണ്. വലിയ പോർഷൻ ആയതുകൊണ്ട് എപ്പോഴും ഗേൾഫ്രണ്ടിനെ കൂട്ടിയിട്ട് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ പാമിറ ഹോസ്റ്റൽ ബെനിറ്റോ ജുവാറസ് പാർക്കിന്റെ അടുത്താണ്. പണ്ട് ഇക്വദോർ എംബസി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഈ ഹോസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന്റെ അടുത്താണ് പാമിറ ഹോസ്റ്റൽ. ഇന്ത്യയുടെ 800 രൂപയ്ക്ക് ഡോർമിറ്ററി ബെഡുകളും 3000 രൂപയ്ക്ക് പ്രൈവറ്റ് റൂമുകളും ഇവിടെ ലഭിക്കും.